ഹലോ നമസ്കാരം, എൻ്റെ പേര് അഞ്ജന. വെൽക്കം ടു ലേണിനോ. സോ നമ്മൾ കറണ്ട് അഫയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ഡിസംബറിലെ നമ്മൾ മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ 10 ദിവസം, രണ്ടാമത്തെ 10 ദിവസം, മൂന്നാമത്തെ 10 ദിവസം, അങ്ങനെ 31 ഡേയ്സ് ആയിട്ട് നമ്മൾ 31 ഡേയ്സിനെ നമ്മൾ മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ മാസം മാത്രം കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അടുത്ത മാസം തൊട്ട് ആഴ്ചയിൽ ഒരിക്കൽ, അതായത് ഫസ്റ്റ് വീക്ക്, സെക്കൻഡ് വീക്ക്, തേർഡ് വീക്ക്, ഫോർത്ത് വീക്ക്, അങ്ങനെയാണ് കറണ്ട് അഫയേഴ്സിന്റെ പാറ്റേൺ പോകുന്നത് ജനുവരി തൊട്ട്. സോ ഡിസംബറിൽ നമ്മൾ 3 സ്ലോട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ 3 ക്ലാസ്സസ് ഉണ്ടാവും കറണ്ട് അഫയേഴ്സിന് മാത്രം. നമ്മുടെ ഒന്നാമത്തെ ക്ലാസ് കഴിഞ്ഞു, പഠിച്ചു കഴിഞ്ഞു. 1 to 10 വരെയുള്ള കറണ്ട് അഫയേഴ്സ് പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അടുത്ത ഒരു സെറ്റാണ്, അതായത് 11-ാം തീയതി തൊട്ട് 20-ാം തീയതി വരെയുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മൾ ക്വസ്റ്റ്യൻസിലോട്ട് കടക്കാം. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 1. ഐക്യരാഷ്ട്ര സംഘടനയുടെ കുട്ടികളുടെ വിഭാഗമായ യൂണിസെഫിന്റെ യൂത്ത് കണ്ടന്റ് ക്രിയേറ്ററായി കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഏക വിദ്യാർത്ഥിയുടെ പേരെന്ത്? എസ് ഉമ. ഓക്കെ, ഐക്യരാഷ്ട്ര സംഘടനയുടെ കുട്ടികളുടെ വിഭാഗമായ യൂണിസെഫിന്റെ യൂത്ത് കണ്ടന്റ് ക്രിയേറ്ററായി കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഏക വിദ്യാർത്ഥി എസ് ഉമ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം. തെലുങ്കാനയിൽ താമസിക്കുന്ന എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും തെലങ്കാന സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ TSRTC ബസ്സുകളിൽ സൗജന്യമായി യാത്ര ചെയ്യാൻ തയ്യാറാക്കിയ പദ്ധതിയുടെ പേര് മഹാലക്ഷ്മി സ്കീം. ഓക്കെ, ഏത് പ്രായത്തിലുള്ള സ്ത്രീകളാണെങ്കിലും ട്രാൻസ്ജെൻഡേഴ്സ് ആണെങ്കിലും അവർക്കൊക്കെ ഈ നമ്മുടെ KSRTC പോലെ അവിടുത്തെ ഗവൺമെന്റ് ബസ്സായിട്ടുള്ള TSRTC ബസ്സുകളിൽ സൗജന്യമായ യാത്ര ചെയ്യാൻ തയ്യാറാക്കിയ പദ്ധതിയുടെ പേര് മഹാലക്ഷ്മി സ്കീം. ഓക്കെ, സോ അതിന്റെ ഇമേജ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കോൺഗ്രസ് കമ്മിറ്റ്മെന്റ് ടു തെലങ്കാന മഹാലക്ഷ്മി സ്കീം ₹2,500 per month to women, gas cylinder at 500 and free travel for women on TSRTC buses. സോ ഈ ഇമേജ് ഒന്ന് ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യമാണ്. 2019-2023 കാലഘട്ടത്തിൽ ഇന്ത്യൻ തുറമുഖങ്ങളിൽ ഏറ്റവും അധികം ലഹരി വേട്ട നടന്ന സംസ്ഥാനം? ഗുജറാത്ത്. 2019-2023 കാലഘട്ടത്തിൽ ഇന്ത്യൻ തുറമുഖങ്ങളിൽ ഏറ്റവും അധികം ലഹരി വേട്ട നടന്ന സംസ്ഥാനം ഗുജറാത്ത്. ഓക്കെ, അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യമാണ്. ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അംഗീകാരം നൽകിയ കാസ്കെവി ലിഫ് ജീൻ തെറാപ്പി ചികിത്സ ഏത് രോഗത്തിനെതിരെ ഉള്ളതാണ്? സിക്കിൾ സെൽ അനീമിയ. ഓക്കെ, സിക്കിൾ സെൽ അനീമിയ എന്ന രോഗത്തിനെതിരായിട്ടുള്ളതാണ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അംഗീകാരം നൽകിയ കാസ്കെവി ലിഫ് ജീൻ തെറാപ്പി. ഓക്കെ, ഈ പേരൊന്ന് ഓർത്തു വയ്ക്കുക. കാസ്കെവി ലിഫ് ജീൻ തെറാപ്പി ചികിത്സ. ഓക്കെ, സിക്കിൾ സെൽ അനീമിയ. ക്വസ്റ്റ്യൻ നമ്പർ 5. സ്പോർട്സ് ബിസിനസ് ഓഫ് ദ ഇയർ അവാർഡ് ലഭിച്ചത് ആർക്ക്? സ്പോർട്സ് ബിസിനസ് ഓഫ് ദ ഇയർ അവാർഡ് ലഭിച്ചത് ജയ്ഷയുടെ ഇമേജ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ജയ്ഷയ്ക്കാണ് സ്പോർട്സ് ബിസിനസ് ഓഫ് ദ ഇയർ അവാർഡ് ലഭിച്ചത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 6. ചാമ്പ്യൻസ് ബോട്ട് ലീഗ് CBL കിരീടം നേടിയത് വിയ്യപുരം ചുണ്ടനാണ് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് കിരീടം നേടിയത്. ഓക്കെ, വിയ്യപുരം ചുണ്ടൻ. ഏഴാമത്തെ ചോദ്യം. 2023 ഡിസംബറിൽ ഭൗമസൂചിക പദവി GI ടാഗ് ലഭിച്ച മേഘാലയയിലെ മഞ്ഞളുടെ പേര്? ഓക്കെ, GI ടാഗിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. അതായത് ഒരു പ്രത്യേകതരം ഒരു സ്ഥലത്ത് മാത്രം ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ അവിടെ മാത്രം കണ്ടുവരുന്ന ഒരു നമ്മുടെ സാധനത്തിന് അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നത്തിന് നമ്മൾ GI ടാഗ് സാധാരണ കൊടുത്തു വരാറുണ്ട്. സോ അങ്ങനെ ഇപ്പൊ റീസെന്റ് ആയിട്ട് മേഘാലയയിലെ മഞ്ഞളിന് GI ടാഗ് കൊടുത്തു. അത് ഏത് മഞ്ഞളാണെന്നാണ് ചോദ്യം. ലക്ഡോങ് മഞ്ഞൾ എന്നാണ് ആ മഞ്ഞളുടെ പേര്. ഓക്കെ, ഭൗമസൂചിക പദവി അല്ലെങ്കിൽ GI ടാഗ് ലഭിച്ച മേഘാലയയിലെ മഞ്ഞളാണ് ലക്ഡോങ് മഞ്ഞൾ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 8. അന്താരാഷ്ട്ര പർവ്വത ദിനം എന്ന്? അന്താരാഷ്ട്ര പർവ്വത ദിനം, ഇന്റർനാഷണൽ മൗണ്ടൻസ് ഡേ എന്നാണ്. എല്ലാ വർഷവും ഡിസംബർ 11-നാണ് നമ്മുടെ ജീവിതത്തിൽ പർവ്വതങ്ങളുടെ അവിശ്വസനീയമായ പ്രാധാന്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നതിനായിട്ടാണ് നമ്മൾ അന്താരാഷ്ട്ര പർവ്വത ദിനം ആഘോഷിക്കുന്നത്. ഈ വർഷത്തെ തീം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പർവ്വത പരിസ്ഥിതി വ്യവസ്ഥകൾ പുനഃസ്ഥാപിക്കുന്നു.
അല്ലെങ്കിൽ റീസ്റ്റോറിംഗ് മൗണ്ടൻ എക്കോസിസ്റ്റം എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. പർവ്വത പരിസ്ഥിതി വ്യവസ്ഥകൾ പുനഃസ്ഥാപിക്കുന്നു അല്ലെങ്കിൽ റീസ്റ്റോറിംഗ് മൗണ്ടൻ എക്കോസിസ്റ്റം എന്നാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര പർവ്വത ദിനത്തിന്റെ തീം. ഡിസംബർ 11 എന്ന് ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം, 9ാമത്തെ ചോദ്യം, US ആസ്ഥാനമായ മോർണിംഗ് കൺസൾട്ട് നടത്തിയ സർവേയിൽ ജനപ്രിയ ലോക നേതാവ് ആര്? നരേന്ദ്രമോദി. US ആസ്ഥാനമായ മോർണിംഗ് കൺസൾട്ട് നടത്തിയ സർവേയിൽ ജനപ്രിയ ലോക നേതാവ് ആരാണ്? നരേന്ദ്രമോദിയാണ്. നമ്മുടെ PM ആയിട്ടുള്ള നരേന്ദ്രമോദി. ഓക്കെ, ഇനി 10ാമത്തെ ചോദ്യം, അർജന്റീനയുടെ പുതിയ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തത് ആര്? അർജന്റീനയുടെ പുതിയ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തത് ആര്? ജാവിയർ മിലെ. ജാവിയർ മിലെ ഏതാണ് പാർട്ടി? ലിബർട്ടേറിയൻ പാർട്ടി. ലിബർട്ടേറിയൻ പാർട്ടി ജാവിയർ മിലെയാണ് അർജന്റീനയുടെ പുതിയ പ്രസിഡന്റ്. ഇനി 11ാമത്തെ ചോദ്യം, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ 98th ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ 98th ദേശീയ മീറ്റ് തരംഗ് വേദി കോവളം, തിരുവനന്തപുരം. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ ദേശീയ മീറ്റ് തരംഗ് വേദി, ഈ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ ഈ ദേശീയ മീറ്റിന് ഇത്തവണ നെയിം കൊടുത്തിരിക്കുന്നത് തരംഗ് എന്നാണ് കേട്ടോ. തരംഗ് എന്നാണ്, അതും ഒന്ന് ഓർത്ത് വെക്കുക. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ 98th ദേശീയ മീറ്റിന്റെ പേര് തരംഗ് എന്നാണ്. അതിന്റെ വേദി എവിടെയാണ്? കോവളം, തിരുവനന്തപുരം. അടുത്ത ചോദ്യം, 12ാമത്തെ ചോദ്യം, സുരക്ഷിത ഭക്ഷണത്തിന് ഈറ്റ് റൈറ്റ് സർട്ടിഫിക്കറ്റ് ലഭിച്ച രാജ്യത്തെ 114 റെയിൽവേ സ്റ്റേഷനുകളിൽ കൂടുതലുള്ള സംസ്ഥാനം? കേരളം. സുരക്ഷിത ഭക്ഷണത്തിന്റെ ഈറ്റ് റൈറ്റ് സർട്ടിഫിക്കറ്റ് ലഭിച്ച രാജ്യത്തെ 114 റെയിൽവേ സ്റ്റേഷനുകളിൽ കൂടുതലുള്ള സംസ്ഥാനം. 114 റെയിൽവേ സ്റ്റേഷനിൽ കൂടുതൽ റെയിൽവേ സ്റ്റേഷനുള്ള സംസ്ഥാനം കേരള സംസ്ഥാനമാണ്. സുരക്ഷിത ഭക്ഷണത്തിന്റെ ഈറ്റ് റൈറ്റ് സർട്ടിഫിക്കറ്റ് ലഭിച്ചത്. സോ 13ാമത്തെ ചോദ്യം, മുംബൈ കപ്പൽശാലയ്ക്ക് വേണ്ടി കേരളം നിർമ്മിച്ച ഈ സൗരോർജ ബോട്ട് പേരെന്താണ്? ബരാക്കുഡ. ബരാക്കുഡ. ബരാക്കുഡ എന്നാണ് ആ ബോട്ടിന്റെ പേര്. മുംബൈ കപ്പൽശാലയ്ക്ക് വേണ്ടി കേരളം നിർമ്മിച്ച ഈ സൗരോർജ എന്ന് പറഞ്ഞ ഇലക്ട്രിക് ബോട്ടാണ്. മുംബൈ കപ്പൽശാലയ്ക്ക് വേണ്ടി കേരളം നിർമ്മിച്ച ഇലക്ട്രിക് ബോട്ട് അല്ലെങ്കിൽ ഈ സൗരോർജ ബോട്ടിന്റെ പേര് ബരാക്കുഡ. ബരാക്കുഡ എന്നാണ്. അതിന്റെ ഇമേജ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 14. 2023 ഡിസംബറിൽ ഛത്തീസ്ഗഡിന്റെ പുതിയ മുഖ്യമന്ത്രിയായി നിയമിതനാകുന്നത് ആര്? വിഷ്ണുദേവ് സായ്. വിഷ്ണുദേവ് സായിന്റെ ഇമേജ് ആണ്. വിഷ്ണുദേവ് സായ് ആണ് ഡിസംബറിൽ ഛത്തീസ്ഗഡിന്റെ പുതിയ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. സോ നമ്മൾ കഴിഞ്ഞ മാസം വരെ മുഖ്യമന്ത്രി ആയിട്ട് എഴുതി വെച്ച കുറച്ച് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യേണ്ട സമയമായി. അതായത് ഛത്തീസ്ഗഡ് ആണെങ്കിലും തെലങ്കാന ആണെങ്കിലും രാജസ്ഥാന്റെ ആണെങ്കിലൊക്കെ മുഖ്യമന്ത്രി മാറിയിട്ടുണ്ട്. സോ നിങ്ങൾ അതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. പഴയ മുഖ്യമന്ത്രി അല്ല ഇപ്പോൾ. സോ അതൊന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കാൻ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. സോ ഛത്തീസ്ഗഡിന്റെ പുതിയ മുഖ്യമന്ത്രി ആരാണ്? വിഷ്ണുദേവ് സായ്. അതേപോലെ മധ്യപ്രദേശിലും മാറിയിട്ടുണ്ട്. 2023 ഡിസംബറിൽ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് മോഹൻ യാദവ്. മോഹൻ യാദവ് മധ്യപ്രദേശിന്റെ പുതിയ മുഖ്യമന്ത്രി മോഹൻ യാദവ്. അപ്പൊ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. പഴയ മുഖ്യമന്ത്രിനെയൊക്കെ കട്ട് ചെയ്തിട്ട് പുതിയ മുഖ്യമന്ത്രി സ്റ്റാർ ഇട്ട് എഴുതി വെക്കുക. വിഷ്ണുദേവ് സായ്, മോഹൻ യാദവ് മധ്യപ്രദേശ്, വിഷ്ണുദേവ് സായ് ഛത്തീസ്ഗഡ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 16. 2023 ഡിസംബറിൽ പ്രൊഫഷണൽ ഫുട്ബോളിൽ 1200 മത്സരങ്ങൾ പൂർത്തിയാക്കിയ ഫുട്ബോൾ താരം? ക്രിസ്ത്യാനോ റൊണാൾഡോ. 2023 ഡിസംബറിൽ പ്രൊഫഷണൽ ഫുട്ബോളിൽ 1200 ഈ ഒരു നമ്പർ നോട്ട് ചെയ്ത് വെക്കുക. മത്സരങ്ങൾ പൂർത്തിയാക്കിയ ഫുട്ബോൾ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ. 17ാമത്തെ ചോദ്യം, യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് ദിനം എന്ന്? യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് ദിനം എന്ന്? ഡിസംബർ 12 യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് ദിനം വർഷം തോറും ആചരിക്കുന്നത്. എല്ലാവർക്കും സാമ്പത്തിക പരിരക്ഷയോടെ തുല്യവും സമഗ്രവുമായ ആരോഗ്യ പരിരക്ഷ നൽകുന്ന ഒരു ആരോഗ്യ പരിരക്ഷാ സംവിധാനത്തിന്റെ അനിവാര്യമായ ആവശ്യകതയുടെ ആഗോള ഓർമ്മപ്പെടുത്തലായി ആഘോഷിക്കുന്നു. യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് ദിനം ഡിസംബർ 12. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇന്റർനാഷണൽ ഡേ ഓഫ് ന്യൂട്രാലിറ്റി. ഇന്റർനാഷണൽ ഡേ ഓഫ് ന്യൂട്രാലിറ്റി എന്നാണ്? ഡിസംബർ 12. അതേ ഡിസംബർ 12 തന്നെയാണ് ഇന്റർനാഷണൽ ഡേ ഓഫ് ന്യൂട്രാലിറ്റി. ആഗോള സമാധാനം, പരമാധികാരം,
നയതന്ത്ര മാർഗങ്ങളിലൂടെ സംഘർഷങ്ങൾ പരിഹരിക്കാൻ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിൽ എല്ലാ വർഷവും ഡിസംബർ 12 അന്താരാഷ്ട്ര ന്യൂട്രാലിറ്റി ഡേ അല്ലെങ്കിൽ അന്താരാഷ്ട്ര നിഷ്പക്ഷത ദിനം എന്ന് ആചരിക്കുന്നു. ഓക്കെ, ഇന്റർനാഷണൽ ഡേ ഓഫ് ന്യൂട്രാലിറ്റി അല്ലെങ്കിൽ അന്താരാഷ്ട്ര നിഷ്പക്ഷത ദിനമായി ആഘോഷിക്കുന്നു. അടുത്ത ചോദ്യം 19ാമത്തെ ചോദ്യമാണ്. ഇന്തോനേഷ്യയിൽ അടുത്തിടെ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതത്തിന്റെ പേര്? ഇബു. ഇന്തോനേഷ്യയിൽ അടുത്തിടെ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതത്തിന്റെ പേരാണ് ഇബു. ക്വസ്റ്റ്യൻ നമ്പർ 20. കേരള രാജ്ഭവൻ ആതിഥ്യം വഹിക്കുന്ന പരിപാടി? കേരള രാജ്ഭവൻ ആതിഥ്യം വഹിക്കുന്ന പരിപാടി വികസിത് ഭാരത് അറ്റ് 2047 വോയിസ് ഓഫ് യൂത്ത്. വികസിത് ഭാരത് അറ്റ് 2047 വോയിസ് ഓഫ് യൂത്ത് എന്നാണ് ആ പരിപാടിയുടെ പേര്. കേരള രാജ്ഭവൻ ആതിഥ്യം വഹിക്കുന്ന പരിപാടി. അടുത്ത ചോദ്യം 21. മാഡം കമ്മീഷണർ ദ എക്സ്ട്രാ ഓർഡിനറി ലൈഫ് ഓഫ് എൻ ഇന്ത്യൻ പോലീസ് ചീഫ് എന്ന പുസ്തകം എഴുതിയത് ആര്? മീരാൻ ചാദ ബോർവാങ്കർ. മാഡം കമ്മീഷണർ ദ എക്സ്ട്രാ ഓർഡിനറി ലൈഫ് ഓഫ് എൻ ഇന്ത്യൻ പോലീസ് ചീഫ് എന്ന പുസ്തകം എഴുതിയത് മീരാൻ ചാദ ബോർവാങ്കർ. ഓക്കെ, ബോർവാങ്കർ ആണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ ഇമേജ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്തത് ഈ വികസിത് ഭാരത് അറ്റ് 2047 വോയിസ് ഓഫ് യൂത്തിന്റെ ഇമേജ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. PM ആണ് ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ അടുത്ത ചോദ്യം, ചോദ്യം നമ്പർ 22. 33ാമത്തെ വ്യാസ സമ്മാൻ 2023 അർഹനായത് ആര്? പുഷ്പഭാരതി. ഓക്കെ, 33ാമത്തെ വ്യാസ സമ്മാൻ 2023 അർഹയായത് ആര്? പുഷ്പഭാരതി. അടുത്ത ക്വസ്റ്റ്യൻ, 2023 ഇറ്റലിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായിട്ടുള്ള ഓർഡർ ഓഫ് മെറിറ്റ് ലഭിച്ച ചലച്ചിത്ര നടൻ ആര്? കബീർ ബേദി. കബീർ ബേദിയാണ് 2023 ഇറ്റലിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായിട്ടുള്ള ഓർഡർ ഓഫ് മെറിറ്റ് ലഭിച്ച ചലച്ചിത്ര നടൻ കബീർ ബേദി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ വിയറ്റ്നാം ചേർന്നുള്ള സൈനിക അഭ്യാസത്തിന്റെ പേര്? വിൻബാക്സ് 2023. വേദിയായത് ഹനോയ്. ഹനോയിലാണ് ഇന്ത്യൻ വിയറ്റ്നാം ചേർന്നുള്ള സൈനിക അഭ്യാസമായിട്ടുള്ള വിൻബാക്സ് 2023 വേദി ഹനോയ്. അടുത്ത ചോദ്യം 25ാമത്തെ ചോദ്യം, കേരള മോട്ടോർ വാഹന വകുപ്പ് അവതരിപ്പിച്ച ആദിവാസി സ്ത്രീ ശാക്തീകരണ പദ്ധതിയുടെ പേര്? കനവ്. ഓക്കെ, കനവ് എന്നാണ് അതിന്റെ പേര്. കേരള മോട്ടോർ വാഹന വകുപ്പാണ് അവതരിപ്പിച്ചത്. ഓക്കെ, കേരള മോട്ടോർ വാഹന വകുപ്പ് അവതരിപ്പിച്ച ആദിവാസി സ്ത്രീ ശാക്തീകരണ പദ്ധതിയുടെ പേര് കനവ്. 26ാമത്തെ ചോദ്യം, സിംഗപ്പൂരിൽ നടക്കുന്ന ഗൂഗിൾ പ്ലേ ടൈം കോൺഫറൻസിന്റെ പ്രഭാഷകരുടെ പട്ടികയിൽ ഇടം നേടിയ മലയാളി സ്റ്റാർട്ടപ്പ് സ്ഥാപകൻ? ജോൺ മാത്യു. ഓക്കെ, സിംഗപ്പൂരിൽ നടക്കുന്ന ഗൂഗിൾ പ്ലേ ടൈം കോൺഫറൻസിന്റെ പ്രഭാഷകരുടെ പട്ടികയിൽ ഇടം നേടിയ മലയാളി സ്റ്റാർട്ടപ്പ് സ്ഥാപകൻ ജോൺ മാത്യു. സോ അദ്ദേഹം co-founder and CEO ഓഫ് റൈഫി ടെക്നോളജീസ്. അതും കൂടെ ഒന്ന് ഓർത്തു വെക്കുക. co-founder and CEO ഓഫ് റൈഫി ടെക്നോളജീസിന്റെ co-founderഉം CEO ആണ് ജോൺ മാത്യു. സിംഗപ്പൂരിൽ നടക്കുന്ന ഗൂഗിൾ പ്ലേ ടൈം കോൺഫറൻസിന്റെ പ്രഭാഷകരുടെ പട്ടികയിൽ ഇടം നേടിയ മലയാളി സ്റ്റാർട്ടപ്പ് സ്ഥാപകൻ ജോൺ മാത്യു. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 27. അഗെയിൻ രാജസ്ഥാന്റെയും മുഖ്യമന്ത്രി മാറിയിരിക്കുന്നു. ഭജൻലാൽ ശർമ്മയാണ് രാജസ്ഥാന്റെ പുതിയ മുഖ്യമന്ത്രി. ഭജൻലാൽ ശർമ്മ. 28ാമത്തെ ക്വസ്റ്റ്യൻ, സിയാച്ചിൻ സൈനിക മുന്നണിയിലെ നിയമിതയാകുന്ന ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസർ ആരാണ്? ക്യാപ്റ്റൻ ഫാത്തിമ വാസിം. സിയാച്ചിൻ സൈനിക മുന്നണിയിലെ നിയമിതയാകുന്ന ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസർ ക്യാപ്റ്റൻ ഫാത്തിമ വാസിം. അടുത്ത ക്വസ്റ്റ്യൻ, ഡിസംബർ 14 ദേശീയ ഊർജ സംരക്ഷണ ദിനമായിട്ട് ആഘോഷിക്കുന്നു. ഓക്കെ, ഊർജത്തിന്റെ ആവശ്യകതകളെ കുറിച്ചും ദൈനംദിന ജീവിതത്തിൽ അതിന്റെ സംരക്ഷണത്തിനെ കുറിച്ചും അവബോധം സൃഷ്ടിക്കുന്നതിനാണ് ഡിസംബർ 14 ഇത് ആചരിക്കുന്നത്. 1991 തൊട്ടിട്ടാണ് ഈ ഒരു BEE എന്ന് പറയുന്ന ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി
എല്ലാ വർഷവും ഡിസംബർ 14 ഈ ദേശീയ ഊർജ സംരക്ഷണ ദിനം ആചരിക്കുന്നത്. ഓക്കെ, അതിന്റെ ഒരു ഇമേജ് ആണിത്, ഓർത്തു വെക്കാൻ. നാഷണൽ എനർജി കൺസർവേഷൻ ഡേ എന്നാണ് അതിന്റെ ഇംഗ്ലീഷ്. ഓക്കെ, നാഷണൽ എനർജി കൺസർവേഷൻ ഡേ ഡിസംബർ 14. 30ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ ടെർമിനൽ നിലവിൽ വരുന്നത് എവിടെ? അഹമ്മദാബാദിലാണ് ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ ടെർമിനൽ നിലവിൽ വരുന്നത്. അതിന്റെ ഒരു ഇമേജ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്തത് 31ാമത്തെ ചോദ്യം, അടുത്തിടെ പ്രകാശനം ചെയ്ത നരേന്ദ്രമോദിയുടെ പ്രസംഗങ്ങൾ, സ്പീച്ചസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പുസ്തകത്തിന്റെ പേര് നയേ ഭാരത് കാ സംവേദ്. ഓർത്തു വെക്കുക, നയേ ഭാരത് കാ സംവേദ്. ഓക്കെ, നരേന്ദ്രമോദിയുടെ ബുക്കാണെന്ന് ഓർത്തു വെക്കുക. 32ാമത്തെ ക്വസ്റ്റ്യൻ, കണ്ണൂർ സെൻട്രൽ ജയിലിൽ തുടർ വിദ്യാഭ്യാസ പദ്ധതിയായ സമന്വയ്ക്ക് തുടക്കം കുറിച്ച സർവകലാശാല ഏത്? ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ തുടർ വിദ്യാഭ്യാസ പദ്ധതിയായ സമന്വയ്ക്ക് തുടക്കം കുറിച്ച സർവകലാശാല ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 33. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ AI കുറിച്ച് ആഴത്തിലുള്ള അറിവ് വിദ്യാർത്ഥികൾക്ക് നൽകുന്നതിനായി അവരെ AI ഉപഭോക്താക്കളാക്കാനും വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പരിപാടി UY. എന്ന് പറഞ്ഞാൽ യൂത്ത് എന്ന് ഉദ്ദേശിച്ചത്, AI എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. സോ UY ആണ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് വിദ്യാർത്ഥികൾക്ക് അറിവ് കൊടുക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ, സെൻട്രൽ ഗവൺമെന്റ് ആരംഭിച്ച പരിപാടിയുടെ പേര് UY. ഓക്കെ, ഇനി 34ാമത്തെ ചോദ്യം, അടുത്തിടെ IIT മദ്രാസ് വികസിപ്പിച്ചെടുത്ത വെള്ളത്തിൽ നിന്ന് ആർസനിക് ലോഹ അയോണുകൾ നീക്കം ചെയ്യാനുള്ള സാങ്കേതിക വിദ്യ അമൃത്. വെള്ളത്തിൽ നിന്ന് ആർസനിക് ലോഹ അയോണുകൾ നീക്കം ചെയ്യാനുള്ള സാങ്കേതിക വിദ്യയുടെ പേര് അമൃതാണ്. അത് കണ്ടുപിടിച്ചത് ആരാണ്? IIT മദ്രാസ് ആണ്. ഓക്കെ, ഇനി 35ാമത്തെ ചോദ്യം, ഗ്ലോബൽ ലീഡർഷിപ്പ് അവാർഡ് 2023 നേടിയത് NR അശോക് കുമാർ. ഗ്ലോബൽ ലീഡർഷിപ്പ് അവാർഡ് 2023 നേടിയത് ആരാണ്? NR അശോക് കുമാർ. 36ാമത്തെ ക്വസ്റ്റ്യൻ, അർജുന അവാർഡ് 2023 നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഏക മലയാളി താരമാരാണ്? M. ശ്രീശങ്കർ ആണ് അർജുന അവാർഡ് 2023 നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഏക മലയാളി താരം M. ശ്രീശങ്കർ. ഓക്കെ, ഇതാണ് UI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്റ്റുഡൻസിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന കേന്ദ്ര സർക്കാരിന്റെ ഒരു ആരംഭിച്ച പരിപാടി എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഇമേജ് ആണ്, ഓർത്തു വെക്കുക. 37ാമത്തെ ക്വസ്റ്റ്യൻ, അന്തിം പങ്കലിനെയാണ് റെസ്ലിംഗ് റൈസിംഗ് സ്റ്റാർ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഓക്കെ, സോ അന്തിം പങ്കൽ ഓർത്തു വെക്കുക, അന്തിം പങ്കലിനെയാണ് UWW റെസ്ലിംഗിലെ റൈസിംഗ് സ്റ്റാർ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇനി 38ാമത്തെ ചോദ്യം, ഭൂമിയിലെ ഏറ്റവും ആഴമേറിയ ലാബ് എവിടെയാണ് തുടങ്ങിയിട്ടുള്ളത്? ചൈനയിലാണ് ഭൂമിയിലെ ഏറ്റവും ആഴമേറിയ ലാബ് ആരംഭിച്ചിരിക്കുന്നത്. ഭൂമിയിൽ നിന്നും 2000 മീറ്റർ കൂടുതൽ താഴെ സ്ഥിതി ചെയ്യുന്നു. അതിന്റെ ഒരു ഇമേജ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി 39ാമത്തെ ചോദ്യം, സുഗതകുമാരിയുടെ 90ാമത് ജന്മവാർഷികത്തിന്റെ ഭാഗമായി ജനുവരി 22 സംഘടിപ്പിക്കുന്ന ജന്മവാർഷിക ആഘോഷത്തിന്റെ പേര് സുഗതനവതി. ഓക്കെ, 90th ബർത്ത്ഡേ. ഓക്കെ, സുഗതനവതി എന്നാണ് അതിന്റെ പേര്, ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം 40. നവകേരള മിഷന്റെ ഭാഗമായി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായ MGNREGS സഹകരിച്ച് ഹരിത കേരളം മിഷൻ നടപ്പാക്കുന്ന ഡിജിറ്റൽ മാപ്പിംഗ് പദ്ധതിയുടെ പേര് ഉറവ് തേടി. നവകേരള മിഷന്റെ ഭാഗമായി മഹാത്മാഗാന്ധി, ഇത് പേര് ഓർത്തു വെക്കുക, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി MGNREGS സഹകരിച്ച് ഹരിത കേരളം മിഷൻ നടപ്പാക്കുന്ന ഡിജിറ്റൽ മാപ്പിംഗ് പദ്ധതിയുടെ പേര് ഉറവ് തേടി. അടുത്ത ചോദ്യം 41ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടത്തിയത് കടലിനടിയിൽ വെച്ചാണ്. ആരാണ് ഈ പുസ്തകം എഴുതിയത്? അരുൺ അലോഷ്യസ് ആണ് പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ എന്ന പുസ്തകം എഴുതിയത്. അത് പ്രകാശനം നടത്തിയത് കടലിനടിയിൽ വെച്ചാണ്. ഓക്കെ, പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ, അരുൺ അലോഷ്യസ്. 42, പ്രശസ്തമായ ഭീമപ്പള്ളി ഉറൂസ്
നടക്കുന്ന ജില്ല. ഭീമപ്പള്ളി ഉറൂസ് എന്നൊരു ഒരു ഉത്സവം നടക്കുന്ന ജില്ല ഏതാണ്? തിരുവനന്തപുരമാണ്. ഓക്കെ, പ്രശസ്തമായ ഭീമപ്പള്ളി ഉറൂസ് നടക്കുന്ന ജില്ല തിരുവനന്തപുരം. 43ാമത്തെ ചോദ്യം, വിജയ് ദിവസ് എന്നാണ് ആചരിക്കുന്നത്? എല്ലാ വർഷവും ഡിസംബർ 16-നാണ് വിജയ് ദിവസ് ആചരിക്കുന്നത്. അത് 1971-ലെ പാകിസ്ഥാൻ ഇന്ത്യ വാറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇതാണ് വിജയ് ദിവസ്. ഓക്കെ, എല്ലാ വർഷവും ഡിസംബർ 16-ന് വിജയ് ദിവസ് ആചരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ 44. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം സൂരത് ഡയമണ്ട് ബോസ്. സൂരത് ഡയമണ്ട് ബോസിന്റെ ഒരു ഇമേജ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സൂരത് ഡയമണ്ട് ബോസ് ഇനോഗ്രേറ്റ്സ് ബൈ PM മോഡി. നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം എവിടെയാണ്? ഗുജറാത്തിലെ സൂരത് ഡയമണ്ട് ബോസ്. ഓർത്തു വെക്കുക, ഇതാണ് അതിന്റെ ഇമേജ്. അടുത്ത ചോദ്യം 45ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 16 വയസ്സിന് താഴെയുള്ള കുട്ടികളെ സാമൂഹിക മാധ്യമങ്ങളിൽ നിന്ന്, അതായത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ ഉപയോഗിക്കുന്നതിൽ നിന്നും വിലക്കാനൊരുങ്ങുന്ന രാജ്യം ഏതാണ്? ബ്രിട്ടനാണ്. ഓക്കെ, 16 വയസ്സിന് താഴെയുള്ള കുട്ടികളെ സോഷ്യൽ മീഡിയ, സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്നും വിലക്കാനൊരുങ്ങുന്ന രാജ്യം ഏതാണ്? ബ്രിട്ടനാണെന്ന് ഓർത്തു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ 46. ലോകത്തിലെ ആദ്യത്തെ ലിക്വിഡ് ഓക്സിജൻ മീത്തേൻ റോക്കറ്റായ സുഖ് 2 വിക്ഷേപിച്ച രാജ്യം ഏതാണ്? ചൈന. ലോകത്തിൽ തന്നെ ആദ്യത്തെ ലിക്വിഡ് ഓക്സിജൻ മീത്തേൻ എന്ന ഫ്യൂവൽ നിറച്ചിട്ടുള്ള റോക്കറ്റ് ആയ സുഖ് 2 വിക്ഷേപിച്ച രാജ്യം ചൈന. ലിക്വിഡ് ഓക്സിജൻ മീത്തേൻ ഫ്യൂവൽ ഉപയോഗിച്ച റോക്കറ്റ് ആയ സുഖ് 2 ഓർത്തു വെക്കുക, ചൈന. 47ാമത്തെ ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രം ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രം ഓക്കെ ഏതാണ്? വാരണസിയിലെ സ്വർവേദ മഹാമന്ദിർ. വാരണസി ഗുജറാത്തിലാണ്, ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിലെ വാരണസിയിലെ സ്വർവേദ മന്ദിർ ആണ്. ഇതാണ് ഇതിന്റെ ഇമേജ്. 7 നിലയാണ് ഇതിനുള്ളത്. 7 നിലയുണ്ട്. അതുപോലെ തന്നെ 2000 ആൾക്കാരെ അതിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. 7 സ്റ്റോറി, 7 നിലയും 2000 ആൾക്കാരെ അറ്റ് എ ടൈം അതിൽ അക്കോമഡേറ്റ് ചെയ്യാനും പറ്റും. സോ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രം ഏതാണ്? വാരണസിയിലെ സ്വർവേദ മഹാമന്ദിർ ആണെന്ന് ഓർത്തു വെക്കുക. ഓക്കെ, ഇതാണ് അതിന്റെ ഇമേജ്. ഓക്കെ, മോദിയാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നതെന്നും ഓർത്തു വെക്കുക. 48ാമത്തെ ചോദ്യം, രാജ്യത്ത് കോവിഡ് ഉപവകഭേദം ആയിട്ടുള്ള JN1 സബ് വേരിയന്റ്, കോവിഡിന്റെ സബ് വേരിയന്റ് ആയിട്ടുള്ള JN1 ആദ്യമായി റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതാണ്? കേരളം. ഓക്കെ, രാജ്യത്ത് തന്നെ ഈ COVID-19 സബ് വേരിയന്റ് ആയിട്ടുള്ള JN1 ആദ്യമായി റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം കേരളം. ഓക്കെ, ഇനി 49ാമത്തെ ക്വസ്റ്റ്യൻ, DRDO വികസിപ്പിച്ച മിസൈലും ബോംബും വർഷിക്കുന്ന ആദ്യ തദ്ദേശിക ഡ്രോണിന്റെ പേര് സ്വിഫ്റ്റ് എന്നാണ്. ഓക്കെ, അതിന്റെ ഇമേജ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ DRDO ആണ് അത് വികസിപ്പിച്ചത്, ഒന്ന് ഓർത്തു വെക്കുക. DRDO വികസിപ്പിച്ച മിസൈലും ബോംബും വർഷിക്കുന്ന ആദ്യ തദ്ദേശീയ ഡ്രോണിന്റെ പേര് സ്വിഫ്റ്റ്. ഓക്കെ, അടുത്ത ചോദ്യം 50ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 2023 ഡിസംബറിൽ ഫിഫ വനിതാ ഫുട്ബോൾ റാങ്കിങ്ങിൽ ചരിത്രത്തിൽ ആദ്യമായി 1-ാം സ്ഥാനത്തെത്തിയ രാജ്യം? സ്പെയിൻ. ഓക്കെ, 2023 ഡിസംബറിൽ ഫിഫ വനിതാ ഫുട്ബോൾ റാങ്കിങ്ങിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് തന്നെ 1-ാം സ്ഥാനത്തെത്തിയ രാജ്യം സ്പെയിൻ ആണ്. ഓക്കെ, ഇനി 51ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് നിയന്ത്രിക്കുന്ന ആദ്യ വനിതാ റഫറിയുടെ പേര് റബേക്ക വെൽഷ്. ഓക്കെ, റബേക്ക വെൽഷിന്റെ ഇമേജ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. റബേക്ക വെൽഷ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് നിയന്ത്രിക്കുന്ന ആദ്യ വനിതാ റഫറി റബേക്ക വെൽഷ്. 52ാമത്തെ ക്വസ്റ്റ്യൻ, 2023 വിജയ് ഹസാരെ ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ജേതാക്കൾ? 2023 വിജയ് ഹസാരെ ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ജേതാക്കൾ ഹരിയാന. ഓർത്തേക്കുക, ഹരിയാന. 53ാമത്തെ ക്വസ്റ്റ്യൻ, വനിതാ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റൺസിന് ജയിച്ച രാജ്യം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ടീം ഇന്ത്യയാണ്. വനിതാ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് ജയിച്ച രാജ്യം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ടീം ഇന്ത്യ. ഓക്കെ, 54ാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര കുടിയേറ്റ ദിനം എന്ന്? അന്താരാഷ്ട്ര കുടിയേറ്റ ദിനം എന്ന്? അന്താരാഷ്ട്ര കുടിയേറ്റ ദിനം 2023 വർഷം തോറും ഡിസംബർ 18-നാണ്
ആചരിക്കുന്നത്. കുടിയേറ്റക്കാർ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളിലേക്ക് വെളിച്ചം വീശിക്കൊണ്ട് അവരുടെ ഗണ്യമായ സംഭാവനകളെ തിരിച്ചറിയുന്നതിനും അഭിനന്ദിക്കുന്നതിനുമാണ് ഒരു ആഗോള വേദിയായി ഈ ദിനം ആചരിക്കുന്നത്. സോ അന്താരാഷ്ട്ര കുടിയേറ്റ ദിനം 2023 അല്ലെങ്കിൽ അന്താരാഷ്ട്ര കുടിയേറ്റ ദിനമായിട്ട് ആചരിക്കുന്നത് എപ്പോഴാണ്? ഡിസംബർ 18. അടുത്തത് ന്യൂനപക്ഷ അവകാശ ദിനം. ന്യൂനപക്ഷ അവകാശ ദിനം എന്നാണ്? ഡിസംബർ 18 തന്നെയാണ്. ഡിസംബർ 18 തന്നെയാണ് ന്യൂനപക്ഷ അവകാശ ദിനമായിട്ട് ആചരിക്കുന്നത്. ഡിസംബർ 18. സോ ഞാൻ രണ്ടാമത്തെ സെറ്റ്, അതായത് ഞാൻ പറഞ്ഞു ഡിസംബറിൽ 3 സെറ്റുകളായിട്ടാണ് കറണ്ട് അഫയേഴ്സ് എടുക്കുന്നത്. സോ ഒന്നാമത്തെ സെറ്റ് കഴിഞ്ഞു, രണ്ടാമത്തെ സെറ്റാണ് ഇപ്പം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തത് മൂന്നാമത്തെ സെറ്റ്. അതോടുകൂടി ഡിസംബറിലെ കറണ്ട് അഫയേഴ്സ് നമ്മൾ തീർക്കും. ഓക്കെ, അത് കഴിഞ്ഞ് ജനുവരിയിൽ ഓരോ ആഴ്ചയിലും ഓരോ സെറ്റ് കറണ്ട് അഫയേഴ്സ് ആയിട്ട് വരുന്നതായിരിക്കും. സോ എന്തെങ്കിലും ഡൗട്ട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കണം. എല്ലാവരും നന്നായി പഠിക്കുക, നോട്ട്സ് ഒക്കെ എഴുതിയെടുക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട കാര്യം, ഓരോ സ്റ്റേറ്റ്സിലും കുറേ സ്റ്റേറ്റ്സിൽ നമ്മുടെ മുഖ്യമന്ത്രി മാറിയിട്ടുണ്ട്, CM മാറിയിട്ടുണ്ട്. സോ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, അപ്ഡേറ്റ് ചെയ്ത് വെക്കുക, നോട്ട്സ് ഒക്കെ എഴുതിയെടുക്കുക. ഓക്കെ, സോ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്, നന്നായി പഠിക്കുക. താങ്ക് യു ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ.